ഞങ്ങളെ പറ്റിച്ചാലൊന്നും പറ്റിയിരുന്ന് നടക്കത്തില്ല. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ എന്താണ് 500 രൂപ ഫൈനുണ്ട്. അതുപോലെ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് ഇതിന്റെ ചിൻ സ്ട്രാപ്പ് ഇട്ടില്ലെങ്കിലും എന്താണ് 500 രൂപ അവിടെയും ഫൈനുണ്ട്. ഹലോ മാഡം, ഇവിടെയും അതേ അവസ്ഥയാണ്. ഇങ്ങനെ അല്ല ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. ഈ ചിൻ സ്ട്രാപ്പ് ഈ രീതിയിലല്ല സെറ്റ് ചെയ്യേണ്ടത്. മാഡം ഒരു ആക്സിഡന്റ് പറ്റിയോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് മറിയാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു മാഡത്തിൻ്റെ ഹെൽമെറ്റ് ആദ്യം പോകും. വള്ളി ലൂസാണ്. ഓഫ് വണ്ടി ഓഫ് ചിൻ സ്ട്രാപ്പ് ഒന്ന് അഴിച്ച് ഇനി അത് പയ്യൊന്ന് ഇൻസെർട്ട് ചെയ്ത് വെളിയിലിടും. ഇത് ഹെൽമെറ്റ് വളരെ ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടു പൈസ കൊടുത്തു ഹെൽമെറ്റ് വാങ്ങി. ഇൻ കേസ് നമുക്കൊരു അപകടത്തിൽപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീഴുന്നതിനേക്കാളും മുമ്പേ ഹെൽമെറ്റ് പോകും. ടൈറ്റ് ആക്കണം. ഇപ്പോൾ ഓൾറെഡി ഇത് തുരുമ്പിച്ച് സെറ്റായിരിക്കുകയാണ്. ദാന പിടിച്ചാലും അനങ്ങാത്ത ഒരു പരിവായിട്ടുണ്ട്. ഇച്ചിരി മുറിയിരിക്കണം. എന്നാൽ ഒത്തിരി മുറിവല്ലേ. ഞാൻ ഇച്ചിരി നീളം കൂട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ ഇതിനകത്ത് ഹെൽമെറ്റിൻ്റെ ISI മുദ്ര എന്ന് പറയുന്നത് ISI 4151. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഹെൽമെറ്റ് മേടിക്കുക. ഇത് പല റേഞ്ചുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റൊക്കെ ഒരു 16,000 രൂപയെങ്കിലും കൊടുക്കണം. നല്ലത് ഒരു 3500 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. ഹൈ ക്വാളിറ്റി പറയുന്നത് 28,000 രൂപ വരെയുള്ളതൊക്കെ ഹെൽമെറ്റ് വരെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ മേടിക്കുന്നത് നമ്മുടെ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ 6,000 7,000 രൂപയ്ക്ക് മേടിച്ചിട്ട് 28,000 രൂപയുടെ ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ എനിവേ നിങ്ങളുടെ സമയം കുറച്ച് അപഹരിച്ചു. അതൊരു പൊതുജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു. ഓക്കെ, ശരിയാണ്.